ഓരോ മണൽത്തരികളെയും പരസ്പരം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും ഇങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടുകൂടി നമ്മളിവിടെ സംവദിക്കുമ്പോൾ ഇത്തരം കൂടിച്ചേരലുകൾക്ക് വളരെ പ്രസക്തിയാണുള്ളത്. അടുത്ത കാലങ്ങളിൽ നിങ്ങൾക്കറിയാം, ഒരു സിനിമ കേരളത്തിൽ ഒരു മലയാള സിനിമ വരികയുണ്ടായി. അതിൽ ഭീമാപ്പള്ളിയിലെ യുവാക്കളെ, ഭീമാപ്പള്ളിയിലെ അന്തേവാസികളെ, ഭീമാപ്പള്ളിയോട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച ജനങ്ങളെ അവരെയൊക്കെ വളരെ മോശമാക്കിക്കൊണ്ട് അവരൊക്കെ മയക്കുമരുന്നിനും അതേപോലെ അത്തരം കച്ചവടങ്ങൾക്കും ലഹരി വസ്തുക്കൾക്കും കച്ചവടം നടത്തുന്ന ഒരു കേന്ദ്രമായി ചിത്രീകരിച്ചുകൊണ്ടൊരു സിനിമ പുറത്തു വന്നു. ആ സമയത്ത് എത്രയൊക്കെ മുഖ്യധാര രാഷ്ട്രീയ, ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ല, എത്രയൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് നാം ചിന്തിക്കണം. പക്ഷേ നമ്മുടെ ഭീമാപ്പള്ളിയിലെ ഒരു പുതിയ തലമുറ യുവാക്കൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇതിന്റെ മുന്നിൽ ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി. ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഞാനായിരുന്നു. അത്തരം ചിത്രശക്തികളെ നാം മുളയിലെ നുള്ളിക്കൊണ്ട് നമുക്കിനിയും വളരെ ദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ കൈകോർക്കേണ്ട സമയമാണ് കടന്നു വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പ്രവാചക വചനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിച്ചാൽ വരുംകാലങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സൗഹാർദ്ദം ഇവിടെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. തീർച്ചയായും ശരിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സർവ ചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമേ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ലോകത്തിലെ സർവ ചരാചരങ്ങൾക്കും മതമുള്ളവനും മതമില്ലാത്തവനും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും അവൻ മനുഷ്യനാണോ, ആ മനുഷ്യജാലികൾക്കെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകണേ. പുരാണങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, രാമായണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ വാക്കുകളിലോ വരികളിലോ മതസ്പർദ്ധയുണ്ടാക്കുന്ന, മതവികാരമിളക്കി വിടുന്ന വാക്കുകളോ വരികളോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കഴിയുമോ? ഇല്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകൈക ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇസ്ലാം മതം എടുത്ത് പരിശോധിക്കുക. നിത്യവും തന്റെ തലയ്ക്ക് മീതെ മാലിന്യങ്ങൾ കൊണ്ട് വിതറിയ ജൂതപ്പെണ്ണിനെ കാരുണ്യത്തിന്റെ പ്രവാചകൻ സന്ദർശിച്ചു. ആ ജൂതപ്പെണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ തീർച്ചയായിട്ടും നന്മയുടെ പാതയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുള്ളൂ. അതുതന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. അതിനേക്കാൾ ഉപരി എന്റെ ഹൃദയത്തിൽ പ്രവാചക വചനങ്ങൾ, അതിനെ ഞാൻ അടിത്തറയിട്ടുകൊണ്ട് ആ പ്രവാചക വചനങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മത സൗഹാർദ്ദ സമ്മേളനം, പ്രത്യേകിച്ച് ഭീമാപ്പള്ളി പോലുള്ള മത സൗഹാർദ്ദം കേന്ദ്രങ്ങളിലും തീർത്ഥാടനം, ഇത് യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്നത്. ദുഃഖങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മളുടെ മനസ്സിലെ വേദനകൾ ഇറക്കി വെക്കുവാൻ, മനസ്സിലെ ദുഃഖങ്ങൾ ഇറക്കി വെക്കുവാൻ, എല്ലാ പ്രയാസങ്ങളും ഒന്ന് ഇറക്കി വെക്കുവാനുള്ള ഒരു ആശ്രയ കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമായി ഇതിനെ കാണരുത്. ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ ഭീമാപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
വരും കാലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പും ഇത്തരം മതസൗഹാർദ്ദങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഇതേപോലുള്ള വേദികളിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയുടെ മാത്രം ഒരു മതസൗഹാർദ്ദ കേന്ദ്രമല്ല ഇത്. ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകമെമ്പാടും അറിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് തീർച്ചയായിട്ടും ഭീമാപ്പള്ളി എന്ന് പറയുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു എറണാകുളത്ത് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ, ശബരിമല സീസണാണ്, ഒരു വലിയൊരു ഇപ്പൊ ഈ നമ്മുടെ ഹൈവേ റോഡിന്റെ പണി നടക്കുന്നത് കാരണം വലിയൊരു പാലത്തിൽ നിന്ന് അയ്യപ്പന്മാർ വന്ന ഒരു വാഹനം പാലത്തിൽ നിന്ന് ഇങ്ങനെ കുത്തനെ തൂങ്ങി നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഓരോരൊറ്റ മനുഷ്യൻ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നില്ല. ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ ആ വാഹനം ഇങ്ങനെ ഒരു മിനി ബസ് തൂങ്ങിക്കിടക്കുന്നു. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ഭീമാപ്പള്ളിയിലേക്ക് വന്ന പർദ്ദയിട്ട കുറെ സഹോദരന്മാരും തലയിൽ തൊപ്പിവെച്ച സഹോദരന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് അവരെ ഓരോരുത്തരെയും ഒരു അപകടവുമില്ലാതെ, ഒരു സൂചിമുട്ടിന്റെ ഒരു വേദന അനുഭവിക്കാതെ അവരെയൊക്കെ പുറത്തിറക്കി മാറ്റി നിർത്തി അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ, വെള്ളം കൊടുക്കുന്നു, എല്ലാവിധ സംവിധാനവും കൊടുക്കുന്ന കാഴ്ച അത്ഭുതം തോന്നി. അത്തരം ജീവിതത്തെ നാം നയിക്കുന്ന ചില നേർക്കാഴ്ചകൾ ഭീമാപ്പള്ളിയിലേക്ക് വന്ന ആ സഹോദരിമാരെ ആരാണെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും വളരെ മനസ്സിന് നിറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ അഭിനന്ദിക്കുവാനും അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും കഴിയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടത് ആ മത സൗഹാർദ്ദമാണ്. അതിനുവേണ്ടി നമുക്ക് ഇനിയും മുന്നോട്ട് നീങ്ങാം. എന്റെ ശബ്ദം ശ്രമിച്ച ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടന്നു പോകാത്തത്. പ്രത്യേകിച്ച് വേദിയിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും, എന്നെ ക്ഷണിച്ച ഭീമാപ്പള്ളി ഭരണസമിതിക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.